ഇന്ന് കഴിച്ച രാവിലത്തെ ചായപ്പെട്ടിയിലെ ഒരു പൊടി ഹറാമുണ്ടെങ്കിൽ 40 ദിവസം അങ്ങോട്ട്, ഇന്ന് 8-ാം തീയതിയാണെങ്കിൽ അടുത്ത ജനുവരി 8 മാത്രമല്ല, ജനുവരി 18 വരെ 40 ദിവസത്തിന്റെ അടക്ക് മരിച്ചാൽ പോലും ഒരു മലക്ക് നമ്മളെ തിരിഞ്ഞു നോക്കൂല, ഒരു മലക്ക് നമ്മളെ കൊണ്ടുപോകാൻ വരൂല. കാരണം അല്ലാഹു വാനലോകത്ത് നിന്ന് പറയും, ആക്കിലു റിബാ വ ആക്കിലുൽ ഹറാം, ഹറാമ് തിന്നു കൊയ്ത്ത ബോഡിയാണത്, ശരീരമാണത്, അത് അള്ളാന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. പക്ഷെ നമ്മക്കൊക്കെ ഹലാല. പണയം വെക്കൽ ഹലാല്, ലോൺ എടുക്കൽ ഹലാല്, വട്ടിപ്പലിശക്ക് വാങ്ങൽ ഹലാല്, ആൾക്കാർക്ക് എന്തെങ്കിലും വിളിച്ചെടുക്കൽ ഹലാല്, കൈക്കൂലി ഹലാല്. ആരെ കൊന്നിട്ടാണെങ്കിലും പൈസ കിട്ടിയാ മതി. വീടിന്റെ മോടി കൂട്ടുമ്പോ ചോദിക്കാറുണ്ടോ ഈ പണം എവിടുന്നാന്ന്? ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് വീട്ടിക്ക് സാധനം വാങ്ങിക്കൊണ്ടുവരുമ്പോ ചോദിക്കാറുണ്ടോ ഉമ്മാരെ ഇത് എവിടുന്നാന്ന്? മക്കളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് കിടപ്പാടം പണയപ്പെടുത്തിയിട്ട് മക്കൾക്ക് 50 പവൻ വാങ്ങിക്കൊടുക്കുമ്പോ ചെയ്യുന്ന പാതകം എന്താണെന്നറിയോ? മോളെ തീറ്റിക്ക മാത്രല്ല, മോളെ കെട്ടിയതിന്റെ പേരിൽ കെട്ടിയോനെ പോലും നരകത്തിലേക്ക് തള്ളിവിടുന്ന ആ ദുരിതം ചോദിച്ചു വാങ്ങുന്ന വാപ്പാര്, ചോദിച്ചു വാങ്ങുന്ന മക്കള്, എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. മരിച്ചു കിടക്കുമ്പോ അള്ളാനെ കണ്ടുമുട്ടുമ്പോ പറയാൻ പറ്റണം, നാഥാ നീ സൂക്ഷിക്കാൻ പറഞ്ഞതുപോലെ ഹറാമായ ഒരൊറ്റ വറ്റ്, ഒരു തുള്ളി വെള്ളം നിന്റെ ശരീരത്ത് കയറിയിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാ, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിലാ. അതുകൊണ്ടാ മദീനത്തെ തെരുവിൽ ബോധം കെട്ടുവീണു സഹാബത്ത്. നമസ്കരിക്കുന്നതിനിടയിൽ ബോധം കെട്ടുവീണ സഹാബത്തിനോട് റസൂല് ചോദിച്ചു, എന്തേ? അവര് പറഞ്ഞു, പട്ടിണി കൊണ്ടാ നബിയെ. എന്നിട്ടും അവര് പള്ളിക്ക് വരാതിരുന്നിട്ടില്ല. പട്ടിണിയും പരിവട്ടവും കൊണ്ട് കണ്ണീരാകുമ്പോ അവര് വീണ്ടും പള്ളിയിൽ വന്നു. ആയത്ത് കേട്ടപ്പോ നെഞ്ചു പൊട്ടിയിട്ട് അവര് കരഞ്ഞു വീഴാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറഞ്ഞു, അള്ളാഹ്ക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളാ യഥാർത്ഥ ദാസന്മാർ. നമ്മളുടെ ജീവിതത്തിൽ നിസ്കാരവും നോമ്പോ ഒക്കെ ക്ലിയറാ, പക്ഷെ തിന്നുന്നത് ഹറാമോ ഹലാലോ എന്ന് ഇന്ന് വരെ വെറുതെ